Hello everyone, welcome to Delicious Recipes. ഇന്ന് നല്ലൊരു നാടൻ പലഹാരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന വെട്ടുകേക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വെട്ടുകേക്ക് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഒരു മുട്ടയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. മുട്ടയുടെ ആ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഞാനിപ്പോൾ ചേർത്തത്. ഇതിനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കടയിലൊക്കെ മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളറാണ് അവർ ചേർക്കുന്നത്. ഇപ്പോൾ ഈ തയ്യാറാക്കി വെച്ച മുട്ടയുടെ കൂട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന മൈദയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നനവ് കുറവാണ് എന്നുണ്ടെങ്കിൽ അല്പം പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു മുട്ടയാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി മൈദ ചേർക്കേണ്ടി വരും. ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇനി ഇത് കടയിൽ നിന്നും വാങ്ങേണ്ട, വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദ കൂടി ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തത്. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലുപയോഗിച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ചായയുടെ കൂടെ കഴിക്കാനുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂറാണ് ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം. സാധാരണ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു കേക്കിൽ ഒരു ക്രോസ് പോലെയാണ് അവർ ചെയ്യുന്നത്. ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്തിന് പകുതിയിൽ കൂടുതൽ താഴ്ത്തി വേണം ഇത് കട്ട് ചെയ്യേണ്ടത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ 12 വെട്ട് കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ബാച്ചിൽ ഞാൻ 6 എണ്ണമാണ് തയ്യാറാക്കുന്നത്. ഇതിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് എണ്ണയിലിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് വലുതായിട്ട് വന്നോളും. അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇതിപ്പോൾ 2 വശവും നല്ലതുപോലെ കളറൊക്കെ മാറിയ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്.
തീ ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്. പിന്നെ അതുപോലെ ഇത് കുറച്ചധികം തണുത്ത ശേഷം കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ ആ മുട്ടയുടെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം കഴിക്കുക. നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വെട്ട് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.